എല്ലാവർക്കും നമസ്കാരം. VFA 40 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാളം റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിൺ അധികം തലം, വിണ്ഡലം, സന്ധി ഏതാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സന്ധി. ഓക്കെ, ഏതാണ് വിണ്ഡലം? സന്ധി ഏതാ വരുന്നത്? ആദേശസന്ധിയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ആദേശസന്ധി വരുന്നത്? അതായത് ഇവിടെ ഒരു വർണ്ണം മാറി പകരം മറ്റൊരു വർണ്ണം വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ആദേശസന്ധി ആയത് അല്ലേ. ത എന്ന അക്ഷരത്തിന് പകരമാണ് ഇവിടെ ട അല്ലേ എന്ന ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തായി? ആദേശസന്ധിയായി. അങ്ങനെയാണെങ്കിൽ ആഗമസന്ധി എന്താണ്? ആഗമസന്ധി രണ്ട് പദങ്ങൾ ചേരുമ്പോൾ പുതിയൊരു അക്ഷരം ഇടയിൽ വരുന്നതാണെങ്കിൽ അത് ആഗമസന്ധിയാണ്. ഓക്കെ, ആദേശവും ആഗമവും തമ്മിൽ മാറിപ്പോരുത്. ആദേശം എന്ന് പറയുമ്പോൾ ഒരു വർണ്ണം മാറി അല്ലെങ്കിൽ ഒരു അക്ഷരം മാറി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. എങ്കിൽ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ പുതിയൊരു അക്ഷരം ഇടയിൽ വരുന്നതാണ് ഇത് ആഗമസന്ധി. നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ തിരു അധികം അരുൾ എന്ത് വരും? തിരുവരുൾ എന്ന് വരും അല്ലേ. അതായത് രണ്ട് പദങ്ങൾ ചേരുമ്പോൾ അവിടെ എന്ത്? പുതിയൊരക്ഷരം വരുന്നു. അതാണ് ആഗമസന്ധി. അപ്പോൾ ഇതേത്? ആഗമസന്ധിയാണ്. പിന്നെ ഉള്ളത് ലോപസന്ധി. ലോപസന്ധി എന്ന് പറയുന്നത് ഒരക്ഷരം ഇല്ലാതാകുന്നതാണ് അല്ലേ. അതാണ് ലോപിക്കുക. അതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ലോപസന്ധിക്ക് എക്സാമ്പിൾ ഇപ്പോൾ കാണാൻ അധികം ഇല്ല. എങ്ങനെ എഴുതും? കാണാനില്ല അല്ലേ, കാണാനില്ല. അപ്പോൾ അവിടെ ലോപസന്ധിയാണ് വന്നിട്ടുള്ളത്. ഒരെണ്ണം കുറയുവാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദെൻ ദ്വിത്വസന്ധി എന്ന് പറയുന്നത് ഒരക്ഷരം ഇരട്ടിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ആദേശം എന്ന് പറയുമ്പോൾ അവിടെ ആൾ മാറുവാണ്. പഴയ അക്ഷരം പോയി പുതിയ അക്ഷരം വരും. ആഗമെന്ന് പറയുന്നതോ ആ പുതിയ അക്ഷരം കൂടെ വരികയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നപുംസകമാണ് കേട്ടോ. നപുംസകം അല്ലെങ്കിൽ ശക്തിയില്ലാത്തത് എന്നൊരർത്ഥവുമുണ്ട്. സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന ഒരു പദമാണ് ഈ ക്ലീബം. ആൺപെൺ എന്നീ വിഭാഗങ്ങളിൽ പെടാത്തതിനെ നപുംസകം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സമുദ്രം, വസിരം, അക്ഷീപം, മഞ്ഞ്. ഏതാണ് സമുദ്രം, വസിരം, അക്ഷീപം, മഞ്ഞ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മഞ്ഞാണ് വരുന്നത്. കാരണം ബാക്കിയുള്ള സമുദ്രം, വസിരം, അക്ഷീപം അതൊക്കെ കപ്പൽ എന്ന അർത്ഥം വരുന്ന പര്യായ പദങ്ങളാണ് കേട്ടോ. മഞ്ഞ് അതല്ല. ഓക്കെ, അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ടവയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഉപ്പ്, കപ്പൽ ഇതൊക്കെ വരുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ശരിയല്ലാത്ത വിപരീത പദരൂപമേത്? ശരിയല്ലാത്ത വിപരീത പദരൂപമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? ഇതിൽ അണിയം, അമരം, വൃഷ്ടി, സമഷ്ടി, ആദാനം, പ്രധാനം, ഉപജയം, അപജയം. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇവിടെ പക്ഷേ ഉപജയം എന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അത് തന്നെയാണ് ഇവിടെ തെറ്റായി വന്നിട്ടുള്ളത്. അപജയത്തിൻ്റെ വിപരീതം എന്ന് പറയുന്നത് ഉപജയമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഒന്നും കൂടി എഴുതാം. ഉപജയം എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. ഉപജയം, അപജയം എന്നുള്ളത് തെറ്റാണ്. അപജയത്തിൻ്റെ ഓപ്പോസിറ്റ് ഉപചയമാണ്. ഉപചയമാണ് വരേണ്ടത് അല്ലേ. അപജയം എന്ന് വെച്ചാൽ നാശം അല്ലെങ്കിൽ ക്ഷയം. അതിൻ്റെ ശരിയായ വിപരീതം എന്താ? വളർച്ച അല്ലെങ്കിൽ അഭിവൃദ്ധി എന്ന് പറയുന്ന ഉപജയമാണ്. അതാണിവിടെ തെറ്റിട്ടോ. അണിയം, അമരം ശരിയാണല്ലേ. അണിയം, അമരം എന്ന് പറയുന്നത് കപ്പലിൻ്റെ അല്ലേ, വഞ്ചിയുടെ മുന്നിൽ നമ്മൾ അണിയം എന്ന് പറയുന്നു, പിൻഭാഗത്ത് അമരം എന്നാണ് പറയുന്നത്. വൃഷ്ടി, സമഷ്ടി അല്ലേ, അതും കറക്റ്റാണ്. ആദാനവും പ്രധാനവും കറക്റ്റാണ്. സ്വീകരിക്കൽ, നൽകൽ അങ്ങനെ. അടുത്ത ചോദ്യം, ചുട്ടെഴുത്തുകൾ എന്നീ അറിയപ്പെടുന്നവ ഏവ? ചുട്ടെഴുത്ത് ഏതാണ് ഇതിൽ വരുന്നത്? ഓപ്ഷൻ എ, ആ, ഇ, എ അല്ലേ. ചുട്ടെഴുത്ത് എന്ന് പറയുന്നത് അതായത് ഒന്നിനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചുട്ടെഴുത്ത്. ഇപ്പം ആ എന്ന് പറയുമ്പോൾ ദൂരെയുള്ളതിനെ അവൻ, അത് അങ്ങനെയൊക്കെ. ഈ എന്ന് പറയുമ്പോൾ
അടുത്തുള്ളതിനെ, ഇപ്പോൾ ഇത്, ഇവൻ, അങ്ങനെയൊക്കെ. ഇനി എന്ന് പറയുമ്പോഴോ ചോദ്യരൂപത്തിൽ ചൂണ്ടാൻ വേണ്ടി ഏത് അല്ലെങ്കിൽ ഏവൻ അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് എ. അപ്പോൾ ചുട്ടെഴുത്തെന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരും? ആ, ഈ, എ, ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നത് എന്നർത്ഥം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ചതയില്ലാത്തിടത്ത് കത്തിവയ്ക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ്? ശത്രുക്കളെ സൂക്ഷിക്കണം, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്, പുകവലി പാടില്ല എന്നാണ് കേട്ടോ ഇവിടെ. പുകവലി പാടില്ല, ആരെയും സഹായിക്കരുത്. ഏതാണ്? ചതയില്ലാത്തിടത്ത് കത്തിവയ്ക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. ഓക്കെ, അപ്പം ചത എന്നതുകൊണ്ട് ഇപ്പോൾ മാംസമോ അല്ലെങ്കിൽ കാമ്പോ ഇല്ലാത്ത ഭാഗത്ത് കത്തി വെച്ചിട്ട് കാര്യമില്ല, അതായത് യാതൊരു ഫലവും ലഭിക്കാത്ത കാര്യങ്ങൾക്കായി നമ്മുടെ സമയം വെറുതെ കളയരുത് എന്ന അർത്ഥത്തിലാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി, എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായത് നോക്കി, ഏതൊക്കെയാണെന്ന് നോക്കി. നേതാവ്, നേത്രി, വിദ്വാൻ, വിദുഷി, കവി, കവിയിത്രി എന്നതാണ് കേട്ടോ ഇവിടെ, കവിയിത്രി. ദെൻ അപായം, ഉപായം. ഓക്കെ, ഇതിൽ ഏതാണ് തെറ്റായത്? ഏതാണ് തെറ്റായത്? കവി, കവിയിത്രിയാണ് തെറ്റായത്. കാരണം ശരിയായിട്ടുള്ള രൂപം കവയിത്രി എന്നാണ് അല്ലേ. കവി എന്നതിൻ്റെ ശരിയായ എതിർലിംഗ രൂപം കവയിത്രി എന്നാണ്. കവി എന്ന് വരില്ല, കവയിത്രി. ഓക്കെ, അടുത്ത ചോദ്യം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, അതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, അതിൻ്റെ ഒറ്റപ്പദം. പിപാസു, ദിദൃശു, പിപഠിഷു, ബുഭുക്ഷു. ഏതാ വരുന്നത്? ഓപ്ഷൻ സി, പിപഠിഷു അല്ലേ. പിപാസു എന്ന് പറയുന്നത് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അതിനെയാണ് പിപാസു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃശു. ഭക്ഷിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണത്തിനെ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, അതിന് ഒറ്റപ്പദം എന്താണ്? പിപഠിഷു എന്നതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത്. പഠിക്കുക കിട്ടൂലോ. അടുത്ത ചോദ്യം. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് ഏതാണ്? സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് ഏതാണ്? പൂജക ബഹുവചനം, ദ്വിവചനം, സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം. ഏതാണ് വരുന്നത്? സലിംഗ ബഹുവചനം അല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിടുക്കന്മാർ. മിടുക്കന്മാർ എന്ന് പറയുമ്പോൾ അവിടെ പുല്ലിംഗം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അല്ലേ. മിടുക്കികൾ, അവിടെ സ്ത്രീലിംഗം മാത്രം. അതായത് ഒരു പ്രത്യേക ലിംഗത്തിൻ്റെ മാത്രം ബഹുത്വത്തെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അതാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ കുട്ടികൾ, മനുഷ്യർ, അതൊക്കെ ഏതാണ്? അത് അലിംഗ ബഹുവചനം. ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും പൊതുവായി ബഹുത്വം നൽകുന്നതാണ് അലിംഗ ബഹുവചനം. പൂജക ബഹുവചനം എന്ന് പറയുന്നത് ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്നതാണ് അല്ലേ. തങ്ങൾ, അവറുകൾ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഓക്കെ, അടുത്തത്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമെന്ത്? ഏതാണ്? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. കടങ്കഥയുടെ ഉത്തരം ഏതാണ്? കുതിര, ചന്ദ്രൻ, നിലാവ്, തെങ്ങ്. തെങ്ങാണ് വരുന്നത്. എന്തുകൊണ്ടാ? തെങ്ങിൻ്റെ വേരുകളല്ലേ കാലെന്ന് നമുക്ക് പറയാം. അതുപയോഗിച്ച് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും മുകളിൽ തലയിൽ എന്തിടും? തേങ്ങ, അതൊരു മുട്ട ആയിട്ട് അല്ലേ. അപ്പോൾ തേങ്ങ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ ഏത് ആൻസർ വരുന്നത്? തെങ്ങ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും എന്താണ്, എങ്ങനെയൊക്കെയാണ് ആൻസർ വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് ആൻസർ ആവാത്തത് എന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.